So we've been on our journey with Jesus the last couple of days. നോക്കുക, നമ്മൾ ഈ ദിവസങ്ങളായിട്ടെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? പഴയ നിയമത്തിലൂടെ യേശുവിൻ്റെ വെളിപ്പാടുകളെ കുറിച്ചാണ്. And I thought we were finished at the end of yesterday's meeting. ഇന്നലത്തോടുകൂടെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. And I got back to the house and was just resting and getting ready to sleep. ഞാൻ തിരിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒന്ന് വിശ്രമിക്കാമെന്നുള്ള രീതിയിൽ എല്ലാം അടച്ചു വെച്ച് ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങാൻ നേരത്ത് And I thought, oh no, I forgot something. പെട്ടെന്ന് എനിക്കൊരു കാര്യം, ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചില്ലായിരുന്നല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. We did not quite finish the journey. ആ യാത്ര അതുകൊണ്ട് പൂർത്തിയായിരുന്നില്ല ഇന്നലെ. There's something else I want us to see on our journey with Jesus. യേശുവിനോട് കൂടെ പഴയ നിയമത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത കൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. Let's look at Luke chapter 24. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. ആരെങ്കിലും ഒരാൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? നമുക്കറിയാം എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ സംഭവം. This story happened on the same day that Jesus came back to life. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസത്തിലാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. That's a very busy day for Jesus. യേശുവിനെ സംബന്ധിച്ച് അന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. A very busy day for Jesus. വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം, ഉയർപ്പിന്റെ ദിവസം എന്ന് പറയുന്നത്. We see that two people are walking to a village. നോക്കുക, അവിടെ നാം വായിച്ചത് രണ്ട് പേര്. And Jesus appears to them, or he meets with എമ്മൗസ് them. എന്ന ഗ്രാമത്തിലേക്ക്, യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മൗസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. Have a look at verse 18. 18-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. He says, there was one whose name was Cleopas. ക്ലെയോപ്പാവ് എന്ന പേരുള്ള ഒരുവൻ. And the other person is not named. കൂടെ നടക്കുന്ന ആളുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. Is that right? ശരിയല്ലയോ? അങ്ങനെ തന്നെ അല്ലയോ? ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ലെയോപ്പാവ്, മറ്റേയാളുടെ പേര് പറഞ്ഞിട്ടില്ല. I'm going to suggest something to you. എൻ്റെ ഒരു അഭിപ്രായം പറയാം. I cannot prove that it is true from the Bible. വേദപുസ്തകത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച് ഒരു ചോദ്യം ചോദിക്കരുത്. If you don't want to agree with me, that's okay. അത് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. But I think there's other language in the text that we just read that will support my answer. ഈ വചനത്തിലെ മറ്റു വാക്യങ്ങൾ ഞാൻ പറയുന്ന ഈ ആശയഗതിയെ ശരിവെക്കുന്നതായിരിക്കും. We have the name Cleopas. ഇവിടെ ക്ലെയോപ്പാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നു, but not the other person's name. മറ്റേ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. മറ്റേ ആൾ ആരായിരിക്കും? I'm going to suggest to you that the two people are Cleopas and his wife. ന്യായമായിട്ടും ക്ലെയോപ്പാവും അവൻ്റെ ഭാര്യയും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. It was not uncommon in the culture, unfortunately, that the woman's name would not be mentioned. അതായത് ആ സംസ്കാരത്തിലെ സാധാരണയായിട്ട് സ്ത്രീകളുടെ പേര് പരാമർശിക്കാറില്ല. I might be wrong, it doesn't really matter. ഇതിനോട് നിങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കണമെന്നില്ല. അതാരായാലും എനിക്ക് പ്രശ്നവുമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ലാത്ത കാര്യം. നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. But there are some reasons from the language of the Bible that I think it was a man and wife. അത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയിരിക്കും എന്നുള്ളത് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ചില സൂചനകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. For the last few times we've been together, we've walked with Jesus kind of backwards through the Old Testament. നോക്കുക, കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ യേശുവിനോടൊപ്പം പഴയ നിയമത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We visited with Joseph and David and some other characters യേശു from the Old ക്രിസ്തുവിന്റെ Testament. നിഴലായിട്ട് ജോസഫ് എങ്ങനായിരുന്നു എന്നും ദാവീദ് എങ്ങനായിരുന്നു എന്നും എല്ലാം നമ്മൾ പഠിച്ചു. And yesterday we talked about Jesus dying and being buried and coming back to life. ഇന്നലെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ കുറിച്ച്. And this story happens right after he comes back to life. നമ്മൾ പഴയ നിയമത്തിലൂടെ കണ്ടു. ഇന്ന് ഈ പറയുന്ന വേഗം ഉയർപ്പിന്റെ അന്ന് നടന്ന സംഭവമാണ്. So Jesus is walking with these two people. ഈ രണ്ട് വ്യക്തികളോടും കൂടെ യേശു ചേർന്ന് നടക്കുന്നു. And he kind of pretends he doesn't understand what's been happening. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവൻ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. But look at verse 27. 27-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. Read that verse for us again. അവിടെ ആ വാക്യം നമുക്ക്, ആ 27-ാം വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തന്നെക്കുറിച്ച് എന്ത് പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളത് യേശു ഈ രണ്ടു പേർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്.
Jesus did the same thing that we've been doing for the last 2 days. ഇപ്പം നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് യേശുവും ചെയ്തത്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന നിഴൽ എന്തായിരുന്നു എന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് യേശു ക്രിസ്തുവിൻ്റെ നിഴലായി പ്രതിപാദിക്കപ്പെട്ട വാക്യങ്ങൾ സംഭവങ്ങളെന്ന് നാം ഇപ്പോൾ നോക്കുന്നത് പോലെ തന്നെ യേശു ഇവർക്ക് പഴയ നിയമത്തിൽ നിന്ന് തന്നെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വാക്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. Wouldn't you have liked to have been in that Bible study? അന്നത്തെ യേശു എടുത്ത ആ ബൈബിൾ ക്ലാസ്സിൽ നമുക്കും കൂടെ ഒന്ന് സംബന്ധിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ? He can teach it better than I can and better than Pastor can. നമ്മളൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ട് കർത്താവിന് തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എവിടൊക്കെയാണെന്ന് വിശദമായി പഠിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞേനെ. That would be the best Bible study you could ever have. എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലിരുന്ന് പഠിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബൈബിൾ സ്റ്റഡി ഇല്ല. But what does the scripture say? ഇവിടെ തിരുവെഴുത്ത് എന്നാ പറയുന്നേ? He showed them in the scriptures the things that were about him. ശ്രദ്ധിച്ചാട്ടെ, അന്ന് പുതിയ നിയമം ഇല്ല കേട്ടോ. തന്നെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് യേശു ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ തിരുവെഴുത്തെന്ന് പറഞ്ഞേക്കുന്നത് ഏതാ? പഴയ നിയമമാണ്. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ, അത് തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. What scriptures did they have at that time? ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന തിരുവെഴുത്തെന്ന് പറയുന്നത് ഏതാ? What did they have? The Old Testament. Only the Old Testament. പഴയ നിയമം മാത്രമേ ഉള്ളവർക്ക്. കാരണം യേശു വരുന്നതിന് മുൻപേ എന്ത് ചെയ്തിട്ടുണ്ട്? പഴയ നിയമം പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. They did not have Matthew, Mark, Luke, John. അവർക്ക് മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനോ ഒന്നുമില്ലായിരുന്നു. Paul had not written any letters yet. പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനവും അപ്പോൾ എഴുതിയിട്ടില്ല. പുള്ളി രക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല സമയത്ത്, ഈ കാര്യം നടക്കുന്ന സമയത്ത്. There was no letters from Peter or James. There was no book of Hebrews. പത്രോസോ യാക്കോബോ എബ്രായ ലേഖനമോ ഒന്നും അന്ന് കർത്താവ് പറയുന്ന സമയത്ത് ഇല്ല കേട്ടോ. But Jesus has an Old Testament Bible study with them. എന്നാൽ യേശു പഴയ നിയമത്തിൽ നിന്ന് ഒരു ബൈബിൾ സ്റ്റഡി തൻ്റെ ഈ രണ്ട് പേർക്ക് ക്ലയോപ്പാവിൻ്റെ കൂടെ നടന്ന വ്യക്തിക്ക് നടത്തി കൊടുക്കുക. എന്താ അതിൽ നിന്ന് പഠിപ്പിക്കുന്നത്? തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ എവിടെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ പരാമർശിച്ചിട്ടുണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. And the Bible study was all about him. അതിൽ മുഴുവൻ പഠിപ്പിച്ചത് തന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാ കർത്താവ് പഠിപ്പിച്ചത്. So that's what we're learning to do as well. Study the Old Testament with Jesus. അതാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന നിഴലായി നിൽക്കുന്ന സംഭവങ്ങൾ ഏതാണ്, വ്യക്തികൾ ഏതാണ് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Now remember what I suggested to you. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. I think this was a man and his wife. ന്യായമായും ഞാൻ വിശ്വസിക്കുന്നു ഇത് ക്ലയോപ്പാവും അവൻ്റെ ഭാര്യയുമായിരിക്കുമെന്ന്. And I will tell you why here. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. Look at verse 29. 29 വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. Read that verse for us again. 29 വാക്യം നമുക്കൊന്ന് വായിക്കാമോ? Stay with us. ഞങ്ങളോടുകൂടെ പാർക്കുക. It is evening time. സന്ധ്യയായിരിക്കുന്നു. The day is almost over. ഇതാ പകൽ കഴിയാറായിരിക്കുന്നു. Do you know what that part of the day is called? ആ ഭാഗത്തെ ഒരു ദിവസത്തിൻ്റെ ഈ പറയുന്ന സമയത്തിനെ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? It's called the time of the soft evening wind. മന്ദമാരുത, അതായത് സായാഹ്നക്കാറ്റിൻ്റെ സമയമാണത്. Or it's sometimes called the cool part of the day. അതായത് സന്ധ്യയാകുന്ന സമയമാണിത്. Do you know of another man and woman in the Bible who were said to have walked with God in the cool part of the day? നേരം വൈകിയപ്പോൾ സന്ധ്യാസമയത്ത് ദൈവത്തോട് കൂടെ നടന്ന, ദൈവം ഇറങ്ങി വന്ന് അവരോട് കൂടെ നടന്ന വേറൊരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Adam and Eve. ആദാമിനോടും ഹവ്വായോടും കൂടെ. That's in the book of Genesis. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. God would come to them in what was called the cool part of the day. സന്ധ്യയാകുമ്പോൾ, Amen. വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന്
ആദാമിനോടും ഹവ്വായോടും കൂടെ സഞ്ചരിക്കുകയും നടക്കുകയും സംസർഗം ചെയ്യുകയും ചെയ്യുന്നു, കൂട്ടായ്മ പുലർത്തുകയും ചെയ്യുന്നു. I find that amazing. അത് അതിൻ്റെ ഒരു നിഴലായി, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചതിൻ്റെ ഒരു നിഴലായിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പോഴിവിടെ കാണുന്നത്. And then we continue reading the story in Luke 24. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ആ കഥ നാം തുടർന്ന് വായിക്കുമ്പോൾ They go into a building to stay at. അവർക്ക് താമസിക്കാനുള്ള ഭവനത്തിലേക്ക് അവർ കയറാൻ പോവുകയാണ്. They're sitting down to have some food. നോക്കുക, കയറി അവർ ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. ഇപ്പോഴ് Jesus breaks bread and gives it to them. കർത്താവ് അപ്പം നുറുക്കി അവർക്ക് നൽകി കൊടുക്കുന്നു. Let's read verse 31 again together. 31-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഓക്കെ, അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. Then their eyes were opened. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. Is that what it says? Yes. Or they were able to understand. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആരായിരുന്നു ഞങ്ങളുടെ കൂടെ ഇത്രയും നടന്നത് എന്ന്. Do you know of another place in the Bible where we're told that people's eyes were opened? വേദപുസ്തകത്തിൽ അവരുടെ കണ്ണുകൾ തുറന്ന വേറെ ഏതെങ്കിലും സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Adam and Eve. ആദാമിന്റെയും ഹവ്വയുടെയും. Their eyes. പാപം ചെയ്തപ്പം കണ്ണു തുറക്കല്ല, ഭക്ഷണം പഴം തിന്നപ്പം കണ്ണു തുറന്നു. അതെ, their eyes were opened to big trouble. നോക്കുക, അവരുടെ കണ്ണ് തുറന്നത് എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങളെ കാണാനാണ് അവരുടെ കണ്ണ് തുറന്നത്, നഗ്നരായി എന്ന് കാണാനായിട്ട്. ദൈവതേജസ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. But now Jesus has come. എന്നാൽ ഇവിടെ and he has died in our place. അവൻ നമുക്ക് വേണ്ടി മരിച്ച് and he has come back to life. താൻ ജീവനിലേക്ക് മടങ്ങി വന്ന് and his new life is offered to everybody. അവന്റെ പുതുജീവൻ എല്ലാവർക്കും നൽകി കൊടുക്കുമ്പോൾ and the people here in the story in Luke 24 ഈ ലൂക്കോസിന്റെ 24-ാം അധ്യായത്തിൽ വായിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ their eyes were opened. അവർ അപ്പം ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. and instead of seeing the problem of Adam and Eve ആദാമും ഹവ്വയുടെയും കണ്ണ് തുറന്നപ്പോൾ അവരുടെ നഷ്ടത്തെക്കുറിച്ചും നഗ്നതയെക്കുറിച്ചും കണ്ടപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു. ഇവർ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും ജീവന്റെ ദാതാവിനെയുമാണ് ഇവർ കണ്ടത്. now they see that Jesus is the solution. ഇപ്പോൾ അവരുടെ രക്ഷാനായകനായ യേശുവിനെ, ജീവപ്രദായകനായ യേശുവിനെ അവർ കാണുന്നു. so we've journeyed with Jesus all the way back to Adam and Eve. നോക്കുക, ഇത് ഈ യേശുവിനോടൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യാമെങ്കിൽ പഴയ നിയമത്തിന്റെ ആദ്യ അധ്യായങ്ങളിലേക്ക് ആദാമും ഹവ്വയുടെയും ജീവിതത്തിൽ വരെ നമ്മെ ഇത് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. He has provided redemption for the entire human story. മുഴുവൻ ലോകത്തിനും അവൻ രക്ഷാകരമായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്തി കഴിഞ്ഞു. Amen. ആമേൻ. Amen. Then their eyes were opened. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. I'd like to talk about that for a few minutes. ചില നിമിഷം നേരം അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Their eyes were opened by God or by Jesus in this case. യേശുവിനാലാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. They were given understanding by Jesus. അതായത് യേശുവിനെ തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടു. They couldn't gain that understanding by themselves. അവർക്ക് തന്നെ, അതായത് അത്രയും നേരം അവൻ്റെ കൂടെ നടന്നിട്ടും യേശുവിനെ തിരിച്ചറിയുവാൻ അവരുടെ ബുദ്ധികളെ കൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവരുടെ സ്വന്തം കഴിവുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. Remember we said they had the scriptures. തിരുവെഴുത്തൊക്കെ അവർക്കുണ്ടായിരുന്നു. ഈ ന്യായപ്രമാണമൊക്കെ അവർക്ക് അറിയാവുന്നവരാ. അവർക്ക് അറിയാവുന്ന വചനത്തിൽ നിന്നാണ് അവരോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The Hebrew people had their scriptures for hundreds of years now. നൂറ്റിക്കണക്കിന് വർഷങ്ങളായി എബ്രായർക്ക് അല്ലെങ്കിൽ ഇസ്രായേല്യർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഈ ന്യായപ്രമാണം അവരുടെ കൈകളിൽ ഇരിപ്പുണ്ട്. But these people needed help from Jesus to understand what the story was really about. എന്നാൽ ആ ന്യായപ്രമാണത്തിൽ കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായി ഇപ്പൊ യേശുവിന്റെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വന്നു. They needed his help to understand and believe. നോക്കുക, ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാനും തിരുവെഴുത്തുകളെ വിശ്വസിക്കുവാനുമായിട്ട് യേശുവിന്റെ സഹായം അവരുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നു. തിരുവെഴുത്തവരുടെ കയ്യിൽ വർഷങ്ങളായി, കാലാകാലങ്ങളായി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഈ തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാനായി കഴിഞ്ഞിരുന്നില്ല. Look at verse 32 again. 32-ാം വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്നും കൂടെ നോക്കാം. Go ahead and read it again. ആരെങ്കിലും ഒരാൾ ഇത് വായിച്ചാട്ടെ. ആമേൻ. Our heart was burning inside of us. അവർ പറയുകയാണ്, ഈ മനുഷ്യന് ഈ മോശ തുടങ്ങി
പ്രവാചകന്മാരിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് തന്നെക്കുറിച്ചുള്ളത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു തീ കത്തുന്ന അനുഭവം, എന്തോ ഒരു കത്തൽ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നല്ലോ. This is something new for these people. ഇന്നലെ വരെ ഇല്ലാത്ത ഈ തിരുവെഴുത്ത് എത്രയോ പ്രാവശ്യം ഇവരൊക്കെ വായിച്ചിരിക്കുന്നു. പക്ഷെ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു അനുഭവം ഇപ്പോൾ യേശു ഈ തിരുവെഴുത്തുകളെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്നു. They had maybe heard some other teachers talk about the scriptures. എത്രയോ പേര് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ റബിമാര്, ന്യായശാസ്ത്രികൾ എത്രയോ പേര് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ദേവാലയങ്ങളിൽ. But never had somebody taught them to the point where within them something was different. എന്നാൽ ഇതുവരെയും അവരുടെ ഉള്ളിൽ തീ കത്തുന്ന ഒരു അനുഭവത്തിൽ, അവരുടെ ഉള്ളിൽ ഈ വചനം ക്രിയ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ ഒരു പഠിപ്പിക്കൽ അവരിതുവരെ അനുഭവിച്ചിട്ടില്ല. God was helping them to understand and believe. നോക്കുക, ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കത്തക്കവണ്ണം ദൈവം അവരുടെ കണ്ണുകളെ തുറക്കുകയാണ് ചെയ്തത്. ഇപ്പോഴാണ് That makes me glad. അതാണ് എന്നെ ഏറ്റവും സന്തോഷവാനാക്കുന്നത്. I need help to believe sometimes. ദൈവത്തിൻ്റെ ചില വചനങ്ങളൊക്കെ വിശ്വസിക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ സഹായം തന്നെ ആവശ്യമുണ്ട്. Do you sometimes need help too? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കില്ല. ചില വചനങ്ങൾ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ചില ദൈവിക വെളിപ്പാടുകളിൽ ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ആ വചനത്തെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തുള്ളൂ. But it helps me in another way too. അത് മറ്റൊരു രീതിയിലും എന്നെ സഹായിക്കുന്നുണ്ട്. The people in the world around us. നോക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോക മനുഷ്യരുണ്ടല്ലോ. People around us in Thrissur or in Kochi. തൃശ്ശൂരുള്ള, കൊച്ചിയിലുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ. People in my town in Canada. കാനഡയിലെ എൻ്റെ പട്ടണത്തിലെ ആളുകൾ. If we are going to believe, we need God's help. ഞാൻ പറയട്ടെ, അവർക്ക് ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. Just like the people in the story. ഈ സംഭവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ക്ലെയോപ്പാവിനും തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തിക്കും ദൈവത്തിന്റെ വചനം വിശ്വസിക്കേണ്ടതിന് യേശുവിൻ്റെ ഒരു സഹായം ആവശ്യമായിരുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ദൈവവചനം വിശ്വസിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. We need help to trust even when our mind doesn't understand. ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സഹായം കൂടാതെ തിരുവെഴുത്തുകളെ നമുക്ക് ഗ്രഹിപ്പാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല. I don't understand things like Jesus and I can't explain things like Jesus. ഒരു കാര്യം ഞാൻ പറയാം, യേശു മനസ്സിലാക്കിയതുപോലെ എനിക്ക് മനസ്സിലാക്കാനോ യേശു മനസ്സിലാക്കി കൊടുത്തതുപോലെ മനസ്സിലാക്കി കൊടുക്കാനോ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. But he can help me to trust and he can help me to share. എന്നാൽ ഒരു കാര്യം എനിക്ക് അവിടുത്തെ സഹായം കൊണ്ട് എനിക്കിത് വെളിപ്പെടുത്തുവാനും പഠിപ്പിക്കുവാനും കഴിയും. Amen. ആമേൻ. When we talk to people who are not yet believers in Jesus, യേശുവിനെ വിശ്വസിക്കാത്ത ആളുകളോട് നാം സുവിശേഷം പങ്കിടുമ്പോൾ, ദൈവത്തിന്റെ വചനം പങ്കിടുമ്പോൾ, sometimes we try to think, what can I tell them to convince them? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവരെ വിശ്വസിപ്പിക്കത്തക്കവണ്ണം ഏത് വാക്യം എടുത്ത് ഉപയോഗിച്ചാലാ, എന്തോ പറഞ്ഞാലാ അവരത് വിശ്വസിക്കുകയെന്ന്. I talked to them before, but it didn't seem to work. ഞാൻ മുമ്പ് അവരോട് സംസാരിച്ചു, പക്ഷെ അത് അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല. അതുകൊണ്ട് എന്തുവാ, ഇനി ഏത് വാക്യം എടുത്താലാ, അല്ലെങ്കിൽ ഇനി എന്തു പറഞ്ഞാലാ അവർ യേശുവിൽ വിശ്വസിക്കുക എന്ന് നാം ചിന്തിക്കാറുണ്ട്. Have you had that experience before? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? I don't know what to tell them so that they will believe. അവർ വിശ്വസിക്കത്തക്കവണ്ണം എന്തോ പറഞ്ഞാലാണ് അവർ തിരുവെഴുത്തുകളെ വിശ്വസിക്കുക എന്ന് അറിയാത്തൊരവസ്ഥ. I say this and they disagree. ഞാൻ ഇത് പറഞ്ഞു നോക്കി, പക്ഷെ അവരങ്ങോട്ട് യേശുന്നില്ല. I try something else, they still don't agree. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു നോക്കി, അതും അവർ അംഗീകരിക്കുന്നില്ല. What can I do? ഇനി എന്തോ പറഞ്ഞാലാ അവരെ ഒന്ന് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കഴിയുക. But wait a minute. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. The people in the story said, our hearts were burning inside us. ഇവിടെ വായിച്ച ഈ രണ്ട് പേര് പറയുക, അവൻ തിരുവെടുത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ളിൽ തീ കത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. So their ability to believe did not come from them. അതായത് വിശ്വസിക്കാനുള്ള ഒരു കഴിവ് അവരിൽ നിന്ന് വന്നതല്ല, ഏതോ ഒരു പുറമേ ഉള്ളൊരു ശക്തി അവരുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. It's the story of Jesus and his help
to believe that is helping them. യേശുവിനെ കുറിച്ചുള്ള ഈ സംഭവം വിശ്വസിക്കാൻ കഴിയത്തക്കവണ്ണം യേശുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. Our job is not to present a good argument. തർക്കിച്ച് വാദിച്ച് സുവിശേഷം സ്ഥാപിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതിനുള്ള തർക്കമുഖങ്ങളും കണ്ടെത്താൻ പോണ്ട. Our job is to tell the story of Jesus. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം മതി. യേശുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തോളും? പ്രവർത്തിച്ചുകൊള്ളും. Amen. ആമേൻ. Faith does not always make sense in our thinking. വിശ്വാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും യുക്തിസഹം ആയിക്കൊള്ളണമെന്നില്ല. It does not make sense that a man came back to life after he was dead. നോക്കുക, മരിച്ച ഒരു മനുഷ്യൻ 3 ദിവസത്തിന് ശേഷം ജീവങ്കിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് അത് വിശ്വസിക്കാനൊക്കത്തില്ല. People die all the time. കാരണം എന്നും ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. They don't come back to life. അവരാരും ജീവനിലേക്ക് വരുന്നില്ലല്ലോ. But Jesus came back to life. എന്നാൽ നാം പറയുന്നത് യേശു ജീവങ്കിലേക്ക് വന്നു. That doesn't make sense in my thinking. എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എനിക്കത് വിശ്വസിക്കാനും പറ്റത്തില്ല. But it makes sense in my heart. പക്ഷേ എൻ്റെ ഹൃദയത്തിന് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. And the Holy Spirit has helped me to believe. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ബുദ്ധിക്ക് അപ്രമേയമായ അല്ലെങ്കിൽ ബുദ്ധിക്ക് അപ്പുറമായ ഈ സത്യത്തെ വിശ്വസിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചത്. I want to share the truth with other people. ആ സത്യമാണ് ഞാൻ മറ്റുള്ളവരോട് പറയുവാൻ പോകുന്നത്. But it is not my job to put together a good argument. അതുകൊണ്ട് അവർ വിശ്വസിക്കത്തക്കവണ്ണം അതിന് വേണ്ട എല്ലാ വാദമുഖങ്ങളും നിരത്തി വെച്ചിട്ട് ഇപ്പം നിനക്ക് മനസ്സിലായില്ലയോ എന്ന് ചോദിക്കാൻ ഉള്ള പദ്ധതി അല്ല നമ്മൾ നോക്കേണ്ടത്. I don't have to have a perfect answer for every question a person might have. ഒരു മനുഷ്യൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു നല്ല ഉത്തരം അല്ലെങ്കിൽ അവർക്ക് ബോധ്യം വരുന്ന രീതിയിൽ ഉത്തരം പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. I can work together with the Holy Spirit. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി എനിക്ക് സഹകരിച്ച് ആ വ്യക്തിയോട് സുവിശേഷം പറയാനായിട്ട് I will tell the story of Jesus. യേശുവിൻ്റെ ജീവിതം ഞാൻ അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ But it's his ability that will help a person to believe. ഇനി ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നടത്തേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാൻ സാധിക്കത്തില്ല. Don't put the pressure on you. അതുകൊണ്ട് നീ ഒരു കാര്യം അയ്യോ ഞാൻ ഇത്രയും പേരോട് പറഞ്ഞിട്ടോ ഒരുത്തം പോലും രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും നീ ഏറ്റെടുക്കണ്ട. We are to share God's love and God's story. ഒറ്റ മനുഷ്യനെ രക്ഷിക്കപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. സുവിശേഷം പറയാൻ മാത്രമേ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. It is God who will help people believe. ദൈവമാണ് ആളുകളെ വിശ്വാസത്തിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. Amen. ആമേൻ. Let's ask if there's another question before we take a little break. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞായിരുന്നു അല്ലേ, ഈ എമ്മോസിൽ പോകുന്ന ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. പഴയ നിയമത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വ്യക്തികൾ എന്തൊക്കെയാണ്, സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് കർത്താവ് തന്നെ ചെയ്തതായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ എടുത്തു, ഏതൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. എങ്കിലും താൻ പറഞ്ഞത് മുഴുവനും മോശ തുടങ്ങി പ്രവാചകന്മാരെന്നുള്ള ഭാഗങ്ങളിൽ നിന്നായി എടുത്ത് പറഞ്ഞതെന്ന് നമ്മളിവിടെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും സംശയം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുണ്ടോ? ഓക്കെ, അതിൻ്റെ അർത്ഥം എന്തുവാണ് അല്ലേ? Okay, there is a verse that their eyes were blinded that they could not see Jesus. Who blinded their eyes? That's what. There's a scripture like that. Yeah. Their eyes were from what I can read, you're talking about a veil was over their heart in the reading of the scriptures. Okay. അതിന് മറ്റൊരു വാക്യം പറയുന്നത് മൂടുപടം. Is that the reference? Yeah. അതായത് റോമാലേഖനത്തിൽ പറയുന്നു മൂടുപടം അവരുടെ കൊരിന്ത്യർ ലേഖനത്തിൽ മൂടുപടം അവരുടെ കണ്ണിൽ കിടക്കുന്നിടത്തോളം കാലം
അവർക്ക് ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പഴയ നിയമ ചിന്താഗതിയിൽ അവർ നിന്നത് കൊണ്ടാണ് അവർക്ക് എന്തിനെ യേശുവിനെ കാണാൻ കഴിയാതിരുന്നത്. 2 കൊരിന്ത്യർ 3:17 മൂടുപടം വായിച്ചോ. കർത്താവിലേക്ക്. അപ്പോൾ അതുവരെ അവർ യഹൂദ ന്യായപ്രമാണം, മോശിക ന്യായപ്രമാണ പ്രകാരമാണ് ചിന്തിക്കുന്നതും കാണുന്നതുമൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് എത്ര ഉണ്ടെങ്കിലും അവർക്ക് യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. 15 മുതൽ വായിച്ചാരെങ്കിലും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ ഈ മൂടുപടം അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് കാണാതെ വണ്ണം അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തത്, നിരോധിക്കപ്പെട്ടത്. Talking about the veil is on their heart in the reading of the Old Testament. Yes. Well, അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. The temptation is to blame the devil. പക്ഷേ പലപ്പോഴും നമ്മളെന്ന് പറയും പിശാച് അവരുടെ കണ്ണ്. ചിലതൊന്നും പിശാചല്ല, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ചില കാര്യങ്ങളാണ്. There's some truth to നമ്മൾ കേട്ടും പഠിച്ചും വെച്ചേക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നിടത്തോളം നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ളത് എന്ത് ചെയ്യാം, അത് നമുക്കൊരു ബ്ലോക്കായിട്ടിരിക്കുക. അതെ. അപ്പം നമ്മുടെ ചില, അത് യഹൂദന് മാത്രമല്ല കേട്ടോ, നമുക്കുമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ചില മൂടുപടങ്ങളുണ്ട് അല്ലേ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ഡിനോമിനേഷൻ്റെ, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന അത് നമ്മുടെ ആ വാക്യം വായിച്ച ഉടനെ നമുക്ക് മറ്റേതേ ഓർമ്മ വരുള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്ന് അത് നമ്മളെ സത്യം കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ എന്ത് ചെയ്യുന്നു, കുരുടാക്കി കളയുക ചെയ്യുന്നത്. അപ്പോൾ ഈ മൂടുപടം മോശയുടെ കാലത്ത് മാത്രമല്ലായിരുന്നു, അല്ലെങ്കിൽ പഴയ യഹൂദന്മാർക്ക് മാത്രമല്ലായിരുന്നു, നമ്മൾക്കും കിടപ്പുണ്ട്. നമ്മൾ പഠിച്ചു വന്നത്, ചിന്തിച്ചു വന്നത്, ചിലപ്പോൾ അങ്ങനെ ഒരു വാക്യം പോലും കാണത്തില്ല, പക്ഷെ നമ്മളങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുക. തപ്പിയാൽ നമുക്ക് കിട്ടത്തുമില്ല. കാരണം തപ്പാറില്ല, കാരണം അത് വാക്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യത്തില്ല, തപ്പില്ല. ഓക്കെ, they are clear. That's very clear. The question is answered. Yeah. We're good to go. Okay. Any other questions? വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ? I will make a comment on that side of things. On that. ഒരു അഭിപ്രായം കൂടെ പറഞ്ഞേച്ച് ഞാൻ ഈ പകരത്തെ സെഷൻ ഞാൻ നിർത്താം. The way that we learn as people, മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ it usually puts the emphasis on us. നമ്മളിലാണ് അതിൻ്റെ പ്രാധാന്യം മുഴുവൻ കിടക്കുന്നത്. All the religions, including Christianity, എല്ലാ മതങ്ങളും, ക്രിസ്തീയ മതം ഉൾപ്പെടെ, they talk about you and what you are supposed to do. നീ എന്ത് ചെയ്യണം, നീ എന്ത് പ്രവർത്തിക്കണം, നീ എങ്ങനെ ജീവിക്കണം എന്നാണ് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളും അതങ്ങനെ പഠിപ്പിക്കുന്നത് അല്ലേ. ദൈവപ്രസാദം ലഭിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം, ദൈവത്തെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. If you want help, or if you want blessing, or if you want safety, here's what you should do. അനുഗ്രഹം വേണോ, ഇന്നത് ചെയ്യണം. നന്മ വേണോ, ഇന്നത് ചെയ്യണം. ദൈവത്തെ കാണണോ, ഇന്നത് ചെയ്യണം. മോക്ഷം വേണോ, ഇന്നത് ചെയ്യണം. It's your responsibility. ആ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ മേലായിട്ട് തന്നേക്കുന്ന എല്ലാ മതങ്ങളും. If you pick any religion, including ours, ഏത് മതങ്ങളെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ, എന്തിന് നമ്മൾ അറിഞ്ഞ ക്രിസ്തീയ മതത്തെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, the focus is you. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് മുഴുവനും. But that's not the gospel. എന്നാൽ സുവിശേഷം അങ്ങനല്ല പറയുന്നത്. Part of the gospel is I cannot do it. സുവിശേഷത്തിൻ്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നന്മ പ്രവൃത്തി ചെയ്ത് ഒരിക്കലും സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. കാരണം നമ്മുടെ നന്മ പ്രവൃത്തികളെല്ലാം കറ വരേണ്ട തുണി പോലെ. And the rest of the gospel is that I don't need to do it. സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഞാനത് ചെയ്യേണ്ട ആവശ്യവുമില്ല. Because what I could not do, God did. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. സുവിശേഷം എന്ന് പറയുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തു എന്നുള്ളതാ. ഞാനതിനെ വിശ്വസിച്ചാൽ
മാത്രം മതി. The gospel calls us to trust God first. സുവിശേഷം നമ്മളോട് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം ചെയ്തത് എന്താണെന്ന് നീ ഏറ്റെടുത്തുള്ള അത് അംഗീകരിക്കുക. And our living is a response to what we know of his gospel. ആ ദൈവം ചെയ്തത് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞത്, ആ അംഗീകരിച്ചതിന് ശേഷമുള്ള എൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. Amen. അല്ലാതെ നമ്മൾ ഇത് ചെയ്ത് സ്വർഗത്തിൽ പോകുന്നവരല്ല, ചെയ്ത് ക്രിസ്ത്യാനി ആവുന്നതല്ല. ഇതിനുള്ള ഏറ്റവും ക്രിസ്തീയ വിശ്വാസത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ടെറ്റലസ്റ്റായി എല്ലാം അവൻ പൂർത്തിയാക്കി തീർത്തു, അവൻ ചെയ്തു. I saw one man just take a big deep breath. I saw one of the men just took a deep breath. അത് കേൾക്കുമ്പോൾ നല്ലൊരു ദീർഘശ്വാസം, ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ. I think that's what it was like for the friends in the story today. ഈ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്ന ഈ മനുഷ്യർ അത് തന്നെയാണ്. As they were, കർത്താവ് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ ബോധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ, as they were learning about Jesus, they could go, യേശുവിനെ കുറിച്ച് അറിയും തോറും അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കും തോറും it's like ഒരു നല്ല ദീർഘശ്വാസം വിട്ട് എന്ന് പറഞ്ഞാൽ നിനക്കൊരു ആശ്വാസമാണ്. Amen. ആമേൻ.